അപ്പോൾ ഈ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള MS സൊല്യൂഷൻസ് CEO ഷുഹൈബിനെ ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. സമാനമായ രീതിയിൽ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച ചാനലുകളെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തും. അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ഇന്നലെ പരീക്ഷാ സാധ്യതാ ചോദ്യങ്ങളുമായി കഴിഞ്ഞ ദിവസം ഷുഹൈബ് ലൈവിലെത്തിയിരുന്നു. രമ്യ ദാസുണ്ട് വിവരങ്ങളുമായിട്ട്. രമ്യ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ MS സൊല്യൂഷൻസ് അവരെ ഈ ഉടമയെ അടക്കം ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇതൊരു സൂചന മാത്രമാണോ അതോ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുമോ? കാരണം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നടക്കം വിവരങ്ങളൊക്കെ തേടിയിരുന്നു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരൊക്കെ. അപ്പോൾ ഇന്ന് ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കാമോ? പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഇത്രയുമൊക്കെ നടപടിയായിട്ടും വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വന്നിരുന്ന് പ്രസ് മീറ്റ് നടത്തി ഇവർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലൊക്കെ പ്രതികരിച്ചു, നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. മാത്രമല്ല, ഇത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകരെ നോട്ടമിട്ടിട്ടുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ അവരുടെ ഈ ജോലി തന്നെ തെറിക്കുന്ന രീതിയിലുള്ള കടുത്ത ഭാഷയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പ്രസ് മീറ്റ് നടത്തിയതൊക്കെ. അപ്പോൾ ഇത്രയുമൊക്കെ കോലാഹലങ്ങളൊക്കെ നടന്നിട്ടും കഴിഞ്ഞ ദിവസം പോലും ഈ MS സൊല്യൂഷൻസിന്റെ ഉടമ പുതിയ സാധ്യതാ ചോദ്യപേപ്പറുമായി രംഗത്ത് വന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സേതു. തീർച്ചയായും ഇന്നലെയാണ്, കാരണം ഈ ചോദ്യപേപ്പർ ചോർച്ച വിവാദങ്ങൾ നിലനിൽക്കെയാണ് ഇന്നലെയാണ് ഈ MS സൊല്യൂഷൻ്റെ CEO ആയ ഷുഹൈബ് ഇന്ന് നടക്കുന്ന കെമിസ്ട്രി പരീക്ഷയുടെ സാധ്യതാ ചോദ്യങ്ങളുമായി ഇന്നലെ വൈകിട്ടോടെ പുതിയൊരു വീഡിയോ തന്നെ ലൈവിൽ വന്നിട്ടുള്ളത്. അതിൽ ഷുഹൈബ് നൽകുന്ന വിശദീകരണങ്ങൾ കൂടിയുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് പറയുന്നതിനിടയിൽ ഷുഹൈബ് ഇതുവരെ ഉണ്ടായ ഈ ചോർച്ചയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിവാദങ്ങൾക്ക് ഒരു മറുപടി കൂടി പറയുന്നുണ്ട്. ഇത് മാധ്യമങ്ങളിൽ ഉണ്ടായ കെട്ടിച്ചമച്ചതാണ്, അല്ലെങ്കിൽ ഈ ഒരു വിവാദത്തിനൊരു സാധ്യതയുമില്ല, സാധ്യതാ ചോദ്യങ്ങൾ മാത്രമാണ്. ഇത് വർഷങ്ങളായി താൻ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നതാണ്. അത് അത്തരത്തിലുള്ളൊരു സാധ്യതാ ചോദ്യങ്ങൾ മാത്രമാണ് നൽകിയത്. അല്ലെങ്കിൽ ഈ ചോർച്ചാ വിവാദവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, ഇത് മാധ്യമങ്ങൾ തന്നെ കെട്ടിച്ചമച്ചതാണ് എന്ന രീതിയിലായിരുന്നു ഷുഹൈബ് ഇന്നലെ ആ ലൈവിൽ വന്ന വീഡിയോയിൽ വിശദീകരണം നൽകുന്നത്. കൂടാതെ തന്നെ ഈ വിവാദങ്ങൾക്കിടെ മറ്റൊരു വസ്തുത കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഈ ലൈവ് വീഡിയോയുടെ സബ്സ്ക്രൈബേഴ്സും ഉൾപ്പെടെയുള്ള ലൈവ് കാണുന്നവരുടെ എണ്ണവും വളരെയധികം കൂടിയുണ്ട്. കാരണം ഇന്നലെ 100K ആണ് ഈ ഒരു വീഡിയോ കാണുന്നവരുടെ എണ്ണം തന്നെ കൂടിയത്. അപ്പോൾ വിവാദങ്ങൾക്കിടെ ഇതും മറ്റൊരു സാധ്യത കൂടിയാണ് ഇതിൽ ഈ ഒരു ലൈവ് ചാനൽ വന്നതിൽ. കൂടാതെ തന്നെ പുതിയ 2 ചാനൽ കൂടി താങ്കൾ തുടങ്ങുന്നു. അതായത് 8-9 ക്ലാസ്സുകളിലേക്ക് കൂടി പുതിയ 2 ചാനലുകൾ കൂടി ആരംഭിക്കുന്നു. അപ്പോൾ ഉൾപ്പെടെ ഇപ്പോൾ MS സൊല്യൂഷൻസിൻ്റെ 5 ചാനലുകളാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള വിവാദങ്ങളാണ്. കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ക്രൈംബ്രാഞ്ച് ഷുഹൈബിനെ ചോദ്യം ചെയ്തേക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്നലെ ഇവർ ഒരു യോഗം ചേർന്നിരുന്നു. അതായത് സൈബർ വിദഗ്ധർ ഉൾപ്പെടുന്ന ടീമാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്നലെ ഇവർ ഒരു യോഗം ചേർന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചോദ്യം ചെയ്തേക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂടാതെ ഇത്തരത്തിൽ ഈ MS സൊല്യൂഷൻസ് പോലെയുള്ള ഇത്തരം ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇത്തരം മറ്റ് പ്ലാറ്റ്ഫോമുകളും ഇത്തരത്തിൽ നിരീക്ഷണത്തിന് വിധേയമാക്കും, അല്ലെങ്കിൽ അവിടെയും പരിശോധിക്കും. കൂടാതെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഇത്തരത്തിലുള്ള വിശദീകരണം കൂടി തേടിയിട്ടുണ്ട്. സേതു, തീർച്ചയായും അത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രമ്യ. കാരണം ഈ 10ാം ക്ലാസ്സിലെയും +1ലെയും ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് ഈ വിദ്യാഭ്യാസ വകുപ്പ് അറിയാതെ അത് എങ്ങനെ ചോരും എന്നൊരു ചോദ്യം അത് നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്രയും രഹസ്യാത്മകമായിട്ടാണ് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്. 1-2 ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അത് തന്നെ ഈ പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് മറ്റേ ഈ ലോട്ടൊക്കെ ഇട്ട് അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുത്ത് അവർക്ക് ഈ പൊട്ടിക്കുന്ന സമയത്ത് മാത്രമേ അറിയുള്ളൂ ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവർ ഈ കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് വരാൻ പോകുന്നത് എന്നൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എന്താണെങ്കിലും ഏതെങ്കിലും ഒരു ഈ അധ്യാപകനിൽ നിന്ന്, അല്ലെങ്കിൽ ഒന്നുകിലും ആ പ്രസ്സിൽ നിന്ന്, അതല്ലെങ്കിൽ ഇതിൻ്റെ ചുമതലയുള്ള ഏതെങ്കിലും ഒരു അധ്യാപകനിൽ നിന്ന്, അങ്ങനെ 2 വഴികളിൽ മാത്രമേ ഈ ചോദ്യപേപ്പർ ചോരാനുള്ള സാധ്യത നിലവിൽ പോലീസ് പറയുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഈ MS സൊല്യൂഷൻസ് ഉടമകളെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ മറ്റാരെങ്കിലും ഈ അന്വേഷണ പരിധിയിലേക്ക് പോലീസ് കൊണ്ടുവരുന്നുണ്ടോ? ചോദ്യം ചെയ്യലിന് മറ്റാരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചോദ്യപേപ്പർ ചോർച്ച വിവാദവുമായി ബന്ധപ്പെട്ട് MS സൊല്യൂഷൻ CEO ഷുഹൈബിനെ ഇന്ന് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടുന്ന സംഘം ചോദ്യം ചെയ്തേക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ഈ ഒരു രീതിയിൽ ചോദ്യപേപ്പർ ഇത്തരം വിവാദമായ, അതായത് ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ്, ഈ പറഞ്ഞ പോലെ ചോദ്യപേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഇവർക്ക് പുറത്ത് കിട്ടി എന്നുള്ളതാണല്ലോ വിവാദം. അപ്പോൾ ഇത്തരത്തിൽ വന്നിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ കൂടി പരിശോധിക്കുമെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് SP പറഞ്ഞിട്ടുള്ളത്.
കൂടാതെ ഈ അധ്യാപക അതായത് ഈ എത്തരത്തിലാണ് ഈ ഒരു ചോദ്യപേപ്പർ ചോർന്നത് എന്നുള്ളൊരു വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. കാരണം അധ്യാപകരിൽ നിന്നാണോ, ഇപ്പം നേതൃത്വ സേതു പറഞ്ഞ പോലെ തന്നെ, അതായത് അധ്യാപകരിൽ നിന്നാണോ അല്ലെങ്കിൽ ഇത്തരം പ്രസ്സുകളിൽ നിന്നാണോ ഈ ചോദ്യപേപ്പർ ചോർന്നത് എന്നതും വളരെ അന്വേഷണം നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഇത്തരത്തിൽ വരുന്ന ഈ ഒരു പെട്ടെന്ന് തന്നെ, അതായത് ഒരു പ്ലാറ്റ്ഫോമിൽ, ഇത്തരം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അംഗമായിരിക്കെ പഠിക്കാതെ പരീക്ഷ എഴുതാൻ പറ്റുകയും മറ്റുള്ളവർ രാവ് മുതൽ പകൽ വരെ ഇത്തരത്തിൽ വളരെ കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് എക്സാം എഴുതി അവർക്ക് ആ ഒരു മാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് അത് കിട്ടുക എന്നുള്ളതും വളരെ ഒരു വിഷമം പിടിച്ചൊരു കാര്യം തന്നെയാണ്. അതും അന്വേഷണമാക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ചോദ്യങ്ങൾ എവിടെ നിന്ന് ചോർന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായി വരുന്ന കാര്യം. ഇതും അന്വേഷണ പരിധിയിൽ വരുത്തും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ശരി രമ്യ.